ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരിടം വരെ പോയിട്ട് ഞാനെങ്കിൽ ചായങ്ങൾ വന്ന സമയത്ത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കണ്ട് ഷാപ്പിൽ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇവിടുത്തെ മെനു ആണ് ഇത്. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല പെയിൻറ്റിങ്സാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല പെയിൻറ്റിങ്സാണ്. ഇനിപ്പുറത്ത് ഡി ജെ ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. എന്ത് ഇതാണിത്. ഈ ചേച്ചിയും അതുപോലെ തന്നെ വെറൈറ്റി പെയിൻറ്റിങ്സാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആറാണ്. ഇവിടെ നല്ല ആഫ്രിക്കൻ വയലും ഒഴുകുന്ന ആറും ഒക്കെ. അപ്പുറത്തും റോഡാണ്. എന്നാൽ അവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ഉണ്ട്, അവിടെ നമുക്ക് എന്തോന്ന് അറിയത്തില്ല. പിന്നെ ഒരു ആലപ്പുഴ ടച്ച് കിട്ടുന്നുണ്ട് നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കയറിയിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം, എന്തുവേണമെങ്കിലും ചെയ്യാം, റീലെടുക്കാം, എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇരിക്കാൻ പറ്റുന്നിടം, അതായത് നല്ല വെയിൽ കുറഞ്ഞിടത്തോട്ട് നോക്കിയാണ് വേണം. പിന്നെ ഇവിടെ നിന്ന് കൈയും കഴുകി വെയിൽ കുറഞ്ഞിടം നോക്കി ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു പോവാണ്. ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു മരവും ഇല്ലല്ലോ, നേരെ വന്നടിക്കുന്ന വെയിലിനകത്താണ് കയറുന്നത്. നമ്മളിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ചൂട്. അപ്പോൾ പിന്നെ കൈ കഴുകാനടുത്ത് തന്നെ സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കിച്ചായും കൂടെ അങ്ങോട്ടങ്ങ് നടന്നു. പിന്നെ ഇവിടെ കണ്ട ഈ ഒരു കാഴ്ച ഉണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. ഭൂമി ഇത്ര മനോഹരമാണോ സുഹൃത്തുക്കളെ എന്ന് ചോദിക്കുന്ന കണക്ക്. അതുപോലെ ഞാനും കിച്ചായും കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഒരു മാമൻ വന്ന് അടുത്ത മെനു പറഞ്ഞു. അപ്പം നമ്മൾ 4 പൊറോട്ടയും ചൂരക്കറിയും പിന്നെ ചീനിയും പറഞ്ഞാണ്. അങ്ങനെ അവരത് കൊണ്ടുവരുന്നതും കാത്ത് ആ ഒരു ഭംഗി ആസ്വദിച്ച് ഞാനും കിച്ചായും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു മാമനും കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരോട് വന്ന് ഇത് കൊണ്ടുവന്നു. അപ്പം ചീനിയും ചൂരക്കറിയും പൊറോട്ടയും ചൂരക്കറിയും. അപ്പം ചോദിച്ചു വേറെ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കള്ളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ പാലക്കാടൻ പൊറോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാമാർ പോയി. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ചീനിക്കകത്ത് ചൂരക്കറിയൊക്കെ ഒഴിച്ച് ചീനി ഒന്ന് കുതിർക്കാമെന്ന് വിചാരിച്ച് ഈ ചീനിയും കറിയുമായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണത്. അതുപോലെ തന്നെ ഇതേ ചടങ്ങ് തന്നെ നമ്മൾ ഈ ഒരു പൊറോട്ടയിലും ചെയ്യുന്നുണ്ട്. ഈ ചാറാദ്യം ഒഴിച്ച് ഇച്ചിരി ഒന്ന് ഇതാക്കിയതിന് ശേഷം അടുത്ത് കഴിക്കും. അതിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ അതും കഴിച്ച് ഞാൻ ആദ്യം ചീനിയും ഇതും കൂടെ ടേസ്റ്റ് ചെയ്തൊരു സമയത്തായിരുന്നു പാലക്കാടൻ കള്ള് വന്നത്. അങ്ങനെ പാലക്കാടൻ കള്ള് ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഒതുക്കി. അങ്ങനെ 2 ഗ്ലാസ്സിലുമായിട്ട് ഒതുക്കി കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡും കഴിച്ച് ഞാൻ ആദ്യം ഈ ഒരു ചീനിയും ചൂരക്കറിയും കഴിച്ചെന്ന് പറഞ്ഞല്ലേ, അതും കഴിച്ച് പിന്നെ രണ്ടാമത് ഈ പൊറോട്ടയും ചൂരക്കറിയും കഴിച്ച് ചൂരയും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും കഴിച്ചിട്ട് നമ്മൾ നേരെ നോക്കുന്ന ഈ ഒരു ആറിൻ്റെ ഭംഗിയെ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ദൂരെ നിന്നൊരു വള്ളത്തിലിങ്ങനെ 2 മാമാർ വരുന്നുണ്ട്. പക്ഷെ അത് പിടിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബില്ലും കൊടുത്ത് ഹെൽമെറ്റ് വിട്ടു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്.